ലീനിയർ കോൺഗ്രുവൻസ്, അതായത് ഇക്വേഷൻസ് ഓഫ് ദ ഫോം എ എക്സ് കോൺഗ്രുവൻ ടു ബി മോഡ് എൻ, അങ്ങനെയുള്ള ഫോമിലുള്ള ഇക്വേഷൻസിനെയാണ് ലീനിയർ കോൺഗ്രുവൻ്റ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ എ എക്സ് ഈക്വൽ ടു ബി മോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എ എക്സിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബി ആയിരിക്കും നമുക്ക് റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ ഇതിന് രണ്ട് കണ്ടീഷൻസ് വരാം. ഒന്നെങ്കിൽ സൊല്യൂഷൻ കാണും, അല്ലെങ്കിൽ സൊല്യൂഷൻ കാണില്ല. സോ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ GCD ഓഫ് എയും എന്നും കണ്ടുപിടിക്കും. ഇതാണ് എ, ഇതാണ് എൻ. ഇത് രണ്ടിൻ്റെയും കൂടെയുള്ള GCD കണ്ടുപിടിക്കും. അപ്പം അതിനെ ഡി എന്ന് വിചാരിച്ചോ. എന്നിട്ട് ആ ഡി കൊണ്ട് ഈ ബിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കും. ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിന് സൊല്യൂഷൻ ഒന്നും ഇല്ല. ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ എത്രയാണോ ഡിയുടെ വാല്യൂ അത്രയും നമ്പർ ഓഫ് സൊല്യൂഷൻസ് പോസിബിൾ ആണ്. ഇനി സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ മെത്തേഡ്. അതായത് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യമേ തന്നെ എന്താണ്, നമുക്ക് കിട്ടിയ ഡി, ഈ GCD ഉള്ള വാല്യൂ കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പം എന്താ, ആ ഇക്വേഷൻ റെഡ്യൂസ് ആവും. എന്തുകൊണ്ട് റെഡ്യൂസ് ആവും? എന്തായാലും എയുടെയും എന്നിന്റെയും GCD ആണല്ലോ ഡി. ബിയുനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കിയല്ലോ. സോ ഹോൾ ഇക്വേഷനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഇക്വേഷൻ റെഡ്യൂസ് ആവും, ചെറുതാവും. ഇനി നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത് ആ റെഡ്യൂസ് ആയ കിട്ടിയ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇനി ആ ഇക്വേഷന് എന്താണ്, നമുക്ക് റെഡ്യൂസ്ഡ് ഇക്വേഷൻ കിട്ടി. ഇനി എന്താണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കൊണ്ട് രണ്ട് സൈഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ എന്താണ്? എ ഇൻവേഴ്സ്. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്ത എന്താണ്? 1 ആയിരിക്കും ആൻസർ, ഐഡന്റിറ്റി എലമെന്റ്. സോ നമുക്ക് ലെഫ്റ്റ് സൈഡ് എക്സ് കിട്ടും, റൈറ്റ് സൈഡ് എന്തായിരിക്കും? ബി ഇൻറ്റു എ ഇൻവേഴ്സ് മോഡ് എൻ എന്ന് വരും. അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എ ഇൻവേഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് x0ന്റെ വാല്യൂ കിട്ടും, ജനറൽ സൊല്യൂഷൻ. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നോ ഡി നമ്പർ ഓഫ് സൊല്യൂഷൻസ് കാണും എന്നുള്ളത്. നമുക്ക് ആദ്യത്തെ x0 കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് ജനറൽ സൊല്യൂഷന്റെ ഫോർമുല. k ഈക്വൽ ടു 1 2 എക്സെട്ര അപ് ടു d-1 വരെ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കി സൊല്യൂഷൻസ് കിട്ടും. ഇത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, അപ്പൊ കൂടുതൽ എളുപ്പം മനസ്സിലാവും.